എന്താ? ഹരി എങ്ങനെയാ മരിച്ചത്? എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? എനിക്കറിയണം, കാരണം അവനോട് എത്തിച്ചത് ഞാനാണല്ലോ. ഹരി ഇടപാടൊക്കെ തീർത്ത് അന്ന് രാത്രിന്ന് ഇവിടെ നിന്ന് പോയി. പിന്നെ അവൻ കെട്ടിത്തുങ്ങി ചത്തെന്നൊക്കെ പറയുന്നത് കേട്ടു. അത്ര നിന്റെ അപ്പച്ചൻ അറിയാവൂ കുഞ്ഞെ. ഓർമ്മ വെച്ച കാലം മുതൽ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാം കണ്ട് വളർന്നതല്ലേ ഞാൻ. അയ്യോ, നീ എന്ത് കണ്ടു എന്നാ കുഞ്ഞെ ഈ പറയുന്നേ? ഹരിയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഡോക്ടർമാർക്ക് പണം കൊടുത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി എഴുതിയാൽ സത്യം പുറത്തു വല്ലെന്ന് കരുതിയല്ലേ? ഇതിനൊക്കെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലതും ചെയ്യാൻ പറ്റും. അമ്മച്ചിക്ക് അറിയോ, ഹരിയുടെ മരണത്തോടെ തകർന്നത് ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ്. അവനെ ജീവന തുല്യം സ്നേഹിച്ച അമ്മയുടെ ഏട്ടന്റെയും പെങ്ങന്മാരുടെയും മുഖം മറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മുഖം മൂടി ഞാൻ അഴിച്ചു മാറ്റും. വേണ്ട, അമ്മച്ചിയുടെ മുമ്പിൽ തോറ്റ അപ്പച്ചന് നാണക്കേടാവും. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. ഹരിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. ഹരിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. നിർത്തൂ, ഒന്ന് നിർത്താൻ. നിർത്ത്. സാർ, ഹരിയുടെ മരണം ഒരു കൊലപാതകമാണ് സംശയം ഉണ്ടായിട്ടും അധികാരികൾ അനാസ്ഥ കാണിക്കുന്ന ക്രൂരമാണ്. ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് സാർ. അത് ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പച്ച കള്ളമാണ് സാർ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ശിക്ഷ നടപ്പാക്കാൻ ഞങ്ങൾക്ക് അധികാരമുള്ളൂ. ആ തെളിവുകളൊക്കെ കൊലയാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ഞാൻ തെളിയിക്കാം സാർ. നിങ്ങളിപ്പോ സമാധാനമായി പിരിഞ്ഞു പോകണം. പിന്നെ കേസിന്റെ മുമ്പോട്ടുള്ള പോക്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സഹായവും വേണ്ടിവരും. തീർച്ചയായും സാർ. സണ്ണിയിൽ നിന്ന് എല്ലാവിധ സഹകരണവും സാറിന് പ്രതീക്ഷിക്കാം. മതി, വയ്ക്കോ. ദേ, നല്ല കുഞ്ഞുങ്ങളല്ലേ. വയ്ക്കോ. അങ്ങനെ എന്നേക്ക്. അയ്യോ പാവം കുഞ്ഞു, പേടിക്കണ്ട. മാത്തച്ഛൻ പാവാ. പിന്നെ നിന്റെ ചേട്ടന്റെ കാര്യം, അത് എനിക്ക് അബദ്ധത്തിൽ പറ്റിപ്പോയൊരു കൈപ്പിഴയാ. ദേ, ഇങ്ങോട്ട് നോക്കിയേ. കുഞ്ഞിനൊരു പോറല് പോലും ഞാൻ ഏൽപ്പിക്കില്ല. മാത്രവുമല്ല, കുഞ്ഞിന്റെ ജീവനും ചരിത്രവും ഒക്കെ മാത്തച്ഛന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ഇബ്രാഹിം, കുഞ്ഞിനെ ഒരു പോറല് പോലും ഏൽപ്പിക്കരുത്. പാവം. ഇവിടെ ഈ തണുപ്പില് എന്തിനാ വെറുതെ? ഗോപിനാഥന് ഭ്രാന്തില്ലെന്ന് എനിക്കറിയാം. എനിക്കും അതില്ല. അല്ല പിന്നെ അർഹതയില്ലാത്ത മുതൽ കൈയടക്കി വെച്ച് ഇനി ദുരിതങ്ങൾ വരുത്തി വെക്കണോ? ഗോപിനാഥനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഈ രാത്രി നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ അനിയൻ നഷ്ടപ്പെട്ടതുപോലെ പാവം രക്ഷപ്പെടല്ലേ.
ഇപ്പോ നിന്റെ അനിയത്തിയുടെ ജീവനും മാത്തച്ച മുതലയുടെ കയ്യിൽ തന്നെയാ. മുസ്തഫയുടെ ഗ്രൂപ്പുകാരാ ഗോവയിൽ നിന്ന് 2 ദിവസത്തിനുള്ളിൽ പെട്ടിയെത്തിച്ചില്ലെങ്കിൽ എന്തായി? ചെറിയൊരു മൽപ്പിടുത്തം വേണ്ടി വന്നു ബിട്ടോ പറഞ്ഞത്. അവസാനം അവൻ കീഴടങ്ങി. പുലർച്ചെ 4 മണിക്കാണ് ചാടിയത്. ഇന്ന് പകൽ നമ്മുടെ താവളത്തിൽ ഒളിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. ബ്രിട്ടോ കാവലുണ്ടാവും. രാത്രി ഇവിടെ എത്തിക്കാം. വേണ്ട, വീട്ടിലും ഇവിടെയെല്ലാം പോലീസിന്റെ കണ്ണുണ്ട്. പാതിര കഴിയുമ്പോ നമ്മുടെ ടൈൽ ഫാക്ടറി എത്തിച്ചാൽ മതി. അവിടെ ആവുമ്പോ ആർക്കും സംശയം ഉണ്ടാവില്ല.